എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ രണ്ടാം ടെസ്റ്റ് മത്സരം നാളെ വിശാഖപട്ടണത്ത് തുടങ്ങും. നാളെ രാവിലെ 9:30 മുതൽ ആരംഭിക്കുന്ന മത്സരം ജിയോ സിനിമാസിലും ടിവിയിൽ സ്പോർട്സ് 18 ചാനലിലും തത്സമയം കാണാൻ സാധിക്കുന്നതാണ്. 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പര സമനിലയിലാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഒന്നാം ടെസ്റ്റിലെ ടോപ്പ് സ്കോറർമാരായിരുന്ന KL രാഹുൽ, രവീന്ദ്ര ജഡേജ എന്നീ പ്രധാന താരങ്ങൾ പരിക്കിലായതിനാൽ രണ്ടാം ടെസ്റ്റിന് ഇരുവരും ഉണ്ടാവില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ വിരാട് കോഹ്ലിയും മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കും. ഇവർക്ക് പകരം സ്പിൻ ഓൾറൗണ്ടർ സൗരഭ് കുമാർ, രജത് പാട്ടിദാർ, സർഫറാസ് ഖാൻ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയത്. അങ്ങനെ വമ്പൻ മാറ്റങ്ങളുമായാണ് ഇന്ത്യ രണ്ടാം മത്സരത്തിൽ കളത്തിലിറങ്ങുന്നത്. ഇനി ഇന്ത്യയുടെ നാളത്തെ പ്ലേയിങ് 11 നമുക്ക് ഒന്ന് പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ സഖ്യം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. 1 ഡൗണായി ശുഭ്മൻ ഗിൽ എത്തും. 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യർ എത്തും. 5-ാമനായി രജത് പാട്ടിദാർ ഇറങ്ങും. 6-ാമനായി KS ഭരത്തും എത്തും. ബൗളിംഗിൽ അക്സർ പട്ടേലിന് പകരം കുൽദീപ് യാദവ് ഇറങ്ങും. അതേപോലെ തന്നെ ജഡേജയ്ക്ക് പകരം വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ എത്തും. ഇവരോടൊപ്പം സ്പിന്നിൽ രവിചന്ദ്രൻ അശ്വിനും ഉണ്ടാകും. ഫാസ്റ്റ് ബൗളിംഗ് കൈകാര്യം ചെയ്യാൻ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും എത്തുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിലും ബൗളിംഗിലും കുറച്ച് വീഴ്ചകൾ പറ്റിയെങ്കിലും അതെല്ലാം തിരുത്തി രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചുവരും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം മത്സരം ജയിക്കും എന്ന ആത്മവിശ്വാസം ഇന്ത്യയ്ക്കുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.